മോന്റെ സിനിമ അച്ഛൻ കാണാൻ പോയായിരുന്നോ? തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല, എന്നാലും കണ്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കേട്ടു, അതായത് വാപ്പിച്ച് തന്ന ഒരു ഉപദേശം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആസിഫ് അലിയെ പോലെ ആകണം എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞു. അതെന്തായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? അത് പണ്ട് പറഞ്ഞതാണത്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ അതൊക്കെയാ തമ്പാക്കി ഇടുന്നത്. അത് ആസിഫിന്റെ ഒരു അവൻ ഈസി ആയിട്ട് ബിഹേവ് ചെയ്യണ കാണുമ്പം എനിക്ക് അങ്ങനെ പറ്റാറില്ല. എനിക്ക് അത്ര ഈസി ആയിട്ട് ആസിഫ് ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഡയലോഗൊക്കെ പഠിച്ചിട്ട് പറയണമെന്ന് തോന്നില്ല, അവൻ സംസാരിക്കണമെന്ന് തോന്നുള്ളൂ. അത് അവൻ്റെ ഒരു രീതി അതാണ്. അപ്പൊ ഞാൻ എൻ്റെ മോനോടൊക്കെ പറഞ്ഞാണ് അങ്ങനെ പഠിക്കാതെ നമ്മളെന്താണോ അതേപോലെ വളരെ ഈസി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ അഭിനയിച്ചാൽ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവും. അതാണ് ആസിഫിന് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ ഇടയിലുള്ള ആരോ സംസാരിക്കുന്ന പോലെ പെരുമാറുന്ന പോലെ അവൻ ലൊക്കേഷനിൽ വന്ന് എന്നോട് വർത്താനം പറയുന്ന പോലെ തന്നെയാണ് വന്നു കഴിഞ്ഞിട്ട് ക്യാരക്ടറായിട്ട് പറയുമ്പോഴും അതിനകത്തൊരു കൃത്രിമത്വം തോന്നില്ല. വളരെ നാച്ചുറലായിട്ട് അങ്ങ് ബിഹേവ് ചെയ്യണം അതുപോലെ തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നിങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ മോനോട് പറഞ്ഞു. മോൻ ഇന്റർവ്യൂവിൽ പറഞ്ഞതും എനിക്കറിഞ്ഞുകൂടാ, ഞാനങ്ങനെ പറഞ്ഞതും കണ്ടിട്ടില്ല. എന്നെ ആസിഫ് ഒരു ദിവസം സെറ്റിൽ വന്നിട്ട് അങ്ങ് ഭയങ്കര ഹഗ് ചെയ്തു. സാധാരണ വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ ഹഗ് ചെയ്യും. എന്നോട് തോന്നി ഇക്ക എന്നെ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത് സിദ്ദിഖ് മോനോട് പറഞ്ഞിരിക്കുന്നു ആസിഫ് അലിയെ പോലെ അഭിനയിക്കാൻ. അപ്പൊ എനിക്ക് എന്തൊരു മൈലേജ് ആയി എന്നറിയാവോ അവനിങ്ങനെ. അപ്പോഴാണ് ഞാനത് അറിയുന്നത് ഇവനിങ്ങനെ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നുള്ളത്. അല്ല, എന്നാലും മകനും സിനിമയിലേക്ക് വരണം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആക്ടേഴ്സ് അതിനെ ഭയങ്കരമായിട്ട് എതിർക്കും. വേണ്ട, നിങ്ങൾ വേറൊരു വഴി തേടൂ എന്ന് പറയും. എന്താ സിദ്ദിഖ് എന്തായിരിക്കും മോനോട് അങ്ങനെ ആദ്യമായിട്ട് വന്ന് പറഞ്ഞപ്പോ ഒരു റെസ്പോൺസ് കൊടുത്തത് എന്തായിരുന്നു? എനിക്ക് വലിയ സന്തോഷമല്ലേ. എനിക്ക് എൻ്റെ മക്കളൊക്കെ സിനിമയിലൊക്കെ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ഇത്രയും കാലം ഇടപെട്ടൊരു മേഖലയാണ്. അവിടെയുള്ള എത്രയോ ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് അവിടെ നമ്മൾ വളരേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. ആ സമയത്ത് വേറൊരു മേഖലയിൽ പോയിട്ട് നീ എങ്ങനെ സക്സസ് ആവണമെന്ന് ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്കറിയില്ലോ ഒന്നിനെ പറ്റി. അപ്പൊ എനിക്കൊരു അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിയൊരു മേഖല സിനിമ തന്നെയാണ്. അതുകൊണ്ട് ഈവൻ ഷഹീൻ ആദ്യമൊന്നും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. ഷഹീൻ +2 കഴിഞ്ഞപ്പോൾ അവന് ആനിമേഷൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ UK പോയി ലണ്ടനിലാണ് 3 കൊല്ലം പഠിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എപ്പോഴാണ് ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും പിന്നീട് പത്തേമാരി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ. അപ്പൊ എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നായകൻ വരെ വരട്ടെ. നമ്മളിപ്പോ ചില സിനിമ ലേലം, വാത്സല്യം അങ്ങനെയൊക്കെയുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ കടവിനെയും കാണുമ്പോൾ ആരാണേലും ഇരുന്ന് കരയുമല്ലോ. ബിക്കോസ് കരയാനുള്ള ക്യാരക്ടറും കരയാനുള്ള ഡയലോഗുകളൊക്കെ ഇഷ്ടംപോലെ അതിനകത്തുണ്ടല്ലോ. ഈ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഈ കരഞ്ഞ നടൻ എന്താ തോന്നാറുള്ളത് നമ്മുടെ ആ ക്യാരക്ടർ കാണുമ്പോഴത്തേക്കും? കുറച്ചുകൂടെ നന്നായിട്ട് കരയിപ്പിക്കാമായിരുന്നു എന്ന് തോന്നും. അല്ലാതെ അതൊക്കെ ഡബ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡബ് ചെയ്താലും മതിയാവില്ല. ഇതായിരിക്കുമോ ഈ പുരുഷന്മാർ കരയുന്നത് എപ്പോഴും പെട്ടെന്ന് ആളുകൾ കൂവാനും ചിരിക്കാനും സാധ്യതയുള്ളൊരു, പെൺകുട്ടികൾ കരയുന്ന പോലല്ല. ആണുങ്ങൾ കരയുന്ന കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവർ പെട്ടെന്ന് ചിരിക്കും.